ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു സ്ഥലം വരെ പോവാം. ഇത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വഴക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞാൻ കണ്ണാടി നോക്കി കുറച്ച് ഫാഷൻ ഷോ കാണിച്ചിട്ടാണ് പോയത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നില്ലല്ലോ, അപ്പോൾ അത് കാണിച്ചു തരാം. അത് എൻ്റെ ഒരു ക്രീം ഒരു കളറ് ഒരു കുർത്ത പോലെയായിരുന്നു ആ ഒരു കുർത്ത. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ക്രോപ്പ് ടോപ്പ് ഉണ്ട് കേട്ടോ, വൈറ്റ് ഫുൾ കൈ ഫുൾ കഴുത്ത് അതുണ്ട്. പക്ഷെ അത് കാണാനില്ല. ഞാനിങ്ങനെ ഇട്ടു സാധാ പോലെ. പിന്നെ അടിയിലൊരു ബാഗി പാൻറ്റും ഇട്ടു. പിന്നെ ഇതിപ്പോൾ ഓടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ തല്ലൂട്ടാണ്. കാറിൽ വിൻഡോ സീറ്റ് കിട്ടാനുള്ള തല്ലൂട്ടം. അത് കണ്ട അമ്മ ദേഷ്യപ്പെട്ട് പല്ല് കടിച്ചമർത്തുന്നതാണ് നിങ്ങൾ ആ ദൃശ്യത്തിൽ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് ആരൊക്കെ കള്ള് കുടിക്കും നോക്കാം. അപ്പോൾ നമ്മൾ പോണ സ്ഥലത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ കള്ള് ഷാപ്പിക്ക് കള്ള് കുടിക്കാനല്ല, പക്ഷേ നമ്മൾ കറികൾ കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് നല്ല ഇഷ്ടമാണ് കറികൾ. അവിടുത്തെ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇവരൊന്നും കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാനും കഴിക്കില്ല, അമ്മ എന്തായാലും കഴിക്കില്ല. കുഞ്ഞൻ പക്ഷെ കഴിക്കൂട്ടോ. അവൾ കള്ളം പറയുന്നതാണ്. അവൾ വലിയ കാര്യത്തിൽ അവളെ കിടന്ന് ഓവറാക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞൻ കഴിക്കും. അവൾ അന്ന് തന്നെ പോയ ടൈമിൽ, ഫസ്റ്റ് ടൈം പോയ ടൈമിൽ ഇവളാണ് ഏറ്റവും കൂടുതൽ കള്ള് കഴിച്ചതെന്ന് തന്നെ ഞങ്ങൾക്കടക്കം തോന്നി. പിന്നെ വഴി എത്താറായപ്പോൾ കുഞ്ഞനും പൊന്നൂനും എന്താ പറയുക, ഏകദേശം സ്ഥലമൊക്കെ പിടികിട്ടി. കാരണം അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ വാളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണാവോ അറിയില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ മുഖത്തത്തെ ചിരി കണ്ടു. നല്ല ചിരി. ഞങ്ങൾ സീനായിരുന്നു ഗൈസ്. പിന്നെ അവിടെ ബാമ്പൂൻ്റെ ഇതാണ്, പക്ഷെ അത് ശരിക്കുള്ള ബാമ്പു അല്ല, അത് പ്രിൻ്റഡ് ആണ്. ഞങ്ങൾ പോയത് വേലൂർ കള്ളുഷാപ്പിക്ക് കേട്ടോ. ഇത് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. എല്ലാ തരം കറികളും ഉണ്ടാവാറുണ്ട്. പക്ഷെ കള്ളില്ല. കാരണം എന്താ, കള്ളെന്താണോ ഇന്ന് ഈസ്റ്റർ അല്ലേ, അപ്പം അതുകൊണ്ട് കള്ളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഉള്ള കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതിപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ നഖം പൊട്ടിക്കാനുള്ള ആരുടെയൊക്കെയോ ശ്രമങ്ങളാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ അത്യാവശ്യത്തിന് നന്നായി വളർന്നുണ്ട് കേട്ടോ നഖം. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് കൂന്തൾ കറി വാങ്ങിച്ചു. പിന്നെ ഞണ്ട്, പിന്നെന്താ കൊള്ളിപ്പുട്ട്, കാട, ബീഫ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കള്ള് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞണ്ട് കഴിക്കുന്ന സീനുകളാണ് നിങ്ങൾ കാണുന്നത്. ഒറ്റക്കൈ കൊണ്ട് ഈ കഴിക്കാൻ പറ്റുന്നില്ല. അവിടെ ജഗ്ഗൂല്ല പിടിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓക്കെ, ഒറ്റക്കൈയെങ്കിൽ ഒറ്റക്കൈ. പക്ഷെ കടിക്കുമ്പോൾ ഒരു ഞണ്ടിൻ്റെ പല്ല് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞു ഗൈസ്. പിന്നെ കടിച്ചപ്പോൾ വായതും ചെറുതായിട്ടൊന്ന് ഒരു കഷ്ണം പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ചോരൊക്കെ വന്നു കുറച്ച്. പിന്നെ അത് വലിയ കാര്യം ഉണ്ടായില്ല ശരിക്കും. അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ കടങ്കഥകളൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. പിന്നെ കുഞ്ഞൻ കിടന്ന് ഉറങ്ങി അവന് മതിയായിട്ട്. പിന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഇന്നത്തെ ടൂർ. അപ്പം ഞങ്ങളുടെ ഈ ഒരു വെക്കേഷൻ ടൂറത്തെ ഒരു ടൂർ ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ, സീ യു.